വെഞ്ഞാറമൂട് അഫാൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അവസാനമായിട്ട് ഒരു വീഡിയോ ഇട്ട ടൈമിൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം അതായത് സൂക്ഷ്മദർശിനി സിനിമയിലെ കഥയുമായിട്ട് വളരെ സാമ്യതയുള്ള രീതിയിലേക്കാണ് ഇന്ന് ഈ ഒരു കേസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഏറ്റവും പുതിയ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരുന്ന അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ. അതായത് ഷെമിയാണ് ഈ കടവും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അവന് ഈ പറയുന്ന പോലെ ജയിലിൽ കിടന്ന് മാനസാന്തരപ്പെട്ടു. അവൻ തന്നെ പറയുന്നുണ്ട് ഇത് പറ്റിപ്പോയി, തെറ്റാണെന്നൊക്കെ തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ. എല്ലാം ആ ഒരു ഉമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവൻ ഇത്രയും കാര്യങ്ങളെല്ലാം അവൻ ചെയ്ത് കൂട്ടിയേക്കുന്നത് അല്ലേ. ഇപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, അഫാൻ്റെ ഉപ്പയുടെ മുന്നിൽ വെച്ചിട്ട് ഇവനെ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ പറഞ്ഞേക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മേ ബി ഈ ഒരു കേസ് വന്ന അന്ന് തൊട്ട് കണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് ഓരോ ന്യൂസും ഇങ്ങനെ അരിച്ചു പറക്കി നോക്കുന്നതിൻ്റെ ഭാഗമായതുകൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ഇവൻ ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എനിക്ക് വെള്ളം തൊടാതെ എല്ലാം വിഴുങ്ങാനെ കൊണ്ട് എനിക്ക് പറ്റണില്ലടേ. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, എന്തിനാണെങ്കിലും ഒരു ബൈറ്റ് ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ അഫാൻ ഉള്ളത്. സെൻട്രൽ ജയിലിലെ UT ബ്ലോക്കിൽ പ്രത്യേക നിരീക്ഷണത്തിലാണ്. ആത്മഹത്യാ പ്രവണത ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വിലയിരുത്തുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റഡിയിലെടുക്കവേ അഫാന്റെ അടവ് നമ്മൾ കണ്ടതാണ്. ഈ ബാത്റൂമിൽ നിന്ന് ചാടുകയും താഴെ വീഴുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആത്മഹത്യാ പ്രവണത ഉള്ളതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലായിരുന്നു. സെല്ലിലടക്കം പോലീസ് ഉദ്യോഗസ്ഥർ കൂടെ താമസിച്ചുകൊണ്ടാണ് അഫാനെ കരുതലോടുകൂടി നോക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള ആത്മഹത്യാ പ്രവണത ഇല്ല എന്നുള്ളതാണ് ജയിൽ അധികൃതർ വിലയിരുത്തുന്നത്. എല്ലാവരോടും നല്ല പെരുമാറ്റമാണ്. ആദ്യഘട്ടത്തിൽ ജയിലിലേക്ക് എത്തുമ്പോൾ ആഹാരമൊക്കെ കഴിക്കുന്നതിന് വലിയ വിമുഖതയായിരുന്നു. പക്ഷേ നിലവിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. കൃത്യമായ ആഹാരം കഴിക്കുന്നുണ്ട്, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരോട് അഫാൻ പറഞ്ഞത് തനിക്ക് തെറ്റുപറ്റി ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത് എന്നുള്ളതാണ് അഫാൻ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം മാതാപിതാക്കളെ കാണണമെന്നുള്ള ഒരു ആഗ്രഹവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കളെ കാണണം, കണ്ട് മാപ്പ് പറയണം, തെറ്റുപറ്റിപ്പോയി തന്റെ സാഹചര്യം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തെറ്റിലേക്ക് തന്നെ നയിക്കപ്പെട്ടത് എന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട്. നേരത്തെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ ടൈമിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യമായിരുന്നു, ഇവർക്ക് മറ്റെന്തെങ്കിലും നിയമസഹായം എവിടുന്നെങ്കിലും ആരുടെയും ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം ഇതിനകത്ത് ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവൻ ഈ പറഞ്ഞ പോലെ തെറ്റുപറ്റി പോയി ഇത്രയും നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് ഇവൻ ഇത് പറയുന്നത്. ഓക്കെ, ഇതിന് മുന്നെയാണ് ഈ പറഞ്ഞ ഷെമി വന്നിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, എൻ്റെ മകൻ തന്നെയാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്, ഞാൻ കട്ടിൽ നിന്ന് വീണതല്ല എന്ന് മൊഴി മാറ്റി ഷെമി പറഞ്ഞിരുന്നു അല്ലേ. അത് പലരും പറഞ്ഞ SKN ആണെങ്കിൽ ഈ പറഞ്ഞ എൻ്റെ കമന്റ് ബോക്സിൽ പറഞ്ഞാണ് SKN വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വീട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ഷെമി ആണെങ്കിൽ മൊഴി മാറ്റി പറഞ്ഞത്, അല്ല വേറൊന്നുമല്ലെന്ന് പറഞ്ഞു. അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇളയ മകനെ ഇല്ലാണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കൂടി മൊഴി മാറ്റാത്ത ആ ഒരു ഉമ്മ ഇത്തരം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമോ? അത് വെറും കോയിൻസിഡൻസ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ വെറുതെ തോന്നുന്ന ചില സംശയങ്ങൾ മാത്രമായിരിക്കും. കാര്യം ആരൊക്കെയോ ഇതിനകത്താണെങ്കിൽ പോയി എന്തെങ്കിലും പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിലോ എന്തുമായിരിക്കാം ഷെമി മൊഴി മാറ്റി പറഞ്ഞു അല്ലേ. ഷെമി മൊഴി മാറ്റി പറഞ്ഞതിന് ശേഷമാണ് ഇന്ന് അഫാൻ വന്ന് പറയുന്നത് ഓക്കെ എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ഓക്കെ, അമ്മ അവിടെ അങ്ങനെ പറഞ്ഞ കാര്യം മകൻ ഇവിടെ എങ്ങനെ അറിഞ്ഞു, അല്ലെങ്കിൽ മകൻ അതുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ രീതിയിൽ തെറ്റ് പറ്റിപ്പോയി എന്നുള്ള രീതിയിലേക്ക് പറയുന്നത്. ഞാൻ പറയുന്നത് ഇതെല്ലാം ഇങ്ങനെയാണെന്നൊന്നുമല്ല, ഞാൻ മുമ്പത്തെ വീഡിയോസിനകത്തൊക്കെ പറയുന്ന പോലെ എൻ്റെ ചില സംശയങ്ങൾ മാത്രമാണ്. എന്തായാലും ഇതിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, അതായത് ഷെമി ഒരു പക്ഷേ കോടതിയിൽ ചെന്നിട്ട് മൊഴി മാറ്റി പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു 90% മൊഴി മാറ്റി പറയാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതല്ല ഒരു 10% ഓക്കെ എൻ്റെ മകൻ തന്നെയാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ഷെമി കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവൻ ജയിലിലോട്ട് പോകും. അങ്ങനെ ഇവൻ ജയിലിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഓരോ തവണ ഇങ്ങനെ മൊഴി ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജയിലിലെ ആ ഒരു സഹവാസമാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷം ഇവൻ ഇച്ചിരി ജെല്ലായിട്ട് തുടങ്ങുമ്പോഴത്തേക്കിന് ഇവൻ തെറ്റുപറ്റിപ്പോയി എന്നുള്ള രീതിയിലെ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇനിയും കുറേ വർഷങ്ങൾ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കിന് ജയിലിലെ ആ ഒരു വാസം അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കിന് ഇവൻ്റെ സഹതടവുകാരുമായിട്ട് ഇതിനകത്തിലെ യഥാർത്ഥ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുവരെ പുറലോകത്തോട് ഇവൻ ഇതുവരെ പറയാത്ത കാര്യങ്ങൾ ഒരുപക്ഷെ ആ സഹതടവുകാരോട് പറയാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അന്നൊരു പക്ഷേ ഈ ഒരു കേസ് അല്ലെങ്കിൽ ഇവൻ പറയുന്ന കാര്യങ്ങളൊന്നും വലിയ ചർച്ചയോ കാര്യങ്ങളൊന്നും ആവില്ല. ഓക്കെ, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്ത ടൈമിലാണെങ്കിൽ തിരുവനന്തപുരത്തെ കേദർ വധക്കേസിലാണെങ്കിൽ നമ്മുടെ 5-ാം പാതിരയിലെ മറ്റേ സൈക്കോ സൈമൺ ഉണ്ടല്ലോ, അവൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്ത അതുകൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ചെയ്ത ടൈമിലാണെങ്കിൽ അവിടുത്തെ ജയിൽ സൂപ്രണ്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഇവൻ ഈ ഒരു ജയിലിൽ ഇത്രയും നാളും കിടന്നതിന് ശേഷം അന്ന് ഇവൻ ഇങ്ങനെ സ്വന്തം അച്ഛനെയും അമ്മയൊക്കെ ഇല്ലാണ്ടാക്കാനുള്ള കാരണമായിട്ട് പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് അവനോ കുറേ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അല്ലേ. അതേപോലെ തന്നെ ഇതിലും ഒരു പക്ഷേ നാളുകളിൽ ഇവൻ ഇങ്ങനെ പറയാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അന്ന് ഈ പറഞ്ഞ പോലെ വലിയ ചർച്ചയോ കാര്യങ്ങളൊന്നും ആവില്ല. ഓക്കെ, എന്തുതന്നെയാണെങ്കിലും ബാക്കി ഇതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ഇത് സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഈ കൊലപാതകങ്ങൾക്ക് കാരണമായെന്ന ഏറ്റവും അന്തിമമായ നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. ഏറ്റവും പെട്ടെന്ന് ഈ കുറ്റപത്രം സമർപ്പിക്കുക എന്ന നടപടിയാണ് മുന്നിലുള്ളത്. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണം. പോലീസിനെ സംബന്ധിച്ച് മറ്റ് വെല്ലുവിളികളൊന്നും തന്നെ ഈ കേസിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധി നേരത്തെ മാതാവ് ഷെമി നൽകിയ മൊഴിയാണ്. അത് ഈ വിവരങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി അറിയുന്നതിന് മുൻപ് ഈ മൂത്ത മകനെ രക്ഷിക്കുന്നതിന് വേണ്ടി താൻ കട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റതാണെന്ന് പറയുകയും അത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആദ്യം ഇളയ മകന്റെ കൊലപാതക വിവരം അറിയുകയും പിന്നീട് മറ്റ് ബന്ധുക്കളെല്ലാം തന്നെ മൂത്ത മകൻ കൊലപ്പെടുത്തിയെന്ന വിവരം മനസ്സിലാക്കുകയും ചെയ്തതോടെ ഷെമി കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അങ്ങനെയല്ല ഷെമി കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. കാര്യം ഇളയ മകൻ മരണപ്പെട്ടെന്ന കാര്യം ഇന്നോ ഇന്നലെയോ അല്ല ഷെമി അറിഞ്ഞത്. SKN വന്ന് ഈ ഒരു വീഡിയോക്കത്തോടെ അല്ലെങ്കിൽ അന്ന് പറയുന്ന ഒരു ബൈറ്റ് വന്നതിന് ശേഷമല്ല ഈ പറയുന്ന പോലെ ഷെമി ഇത് അറിയുന്നത് ഇളയ മകൻ ഇല്ലാണ്ടായിരുന്നുള്ളൂ. അതിന് മുന്നേ അറിഞ്ഞതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷെമി തൻ്റെ ഇളയ മകനെ ഇങ്ങനെ നിരന്തരം ഹോസ്പിറ്റലിൽ കിടന്നിരുന്ന ടൈമിൽ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു.
അത് മകൻ എന്ത് ചെയ്യുന്നുള്ള അല്ലെങ്കിൽ മകനോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം കൊണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ തൻ്റെ ഇളയ മകനും മരണപ്പെട്ടു എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള ഒരു സംശയം ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാര്യം എന്ന് വെച്ചാൽ ഈ ഇളയ മകൻ്റെ മരണ വാർത്ത അറിഞ്ഞു കഴിഞ്ഞാലായിരിക്കും ഒരുപക്ഷെ ഷെമി യഥാർത്ഥ മൊഴി പറയുക, മൂത്ത മകൻ തന്നെയാണ് ഇത് ചെയ്തതെന്നുള്ളത് അപ്പോഴായിരിക്കും പറയാൻ പോകുക എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു പ്രതീക്ഷയിലായിരുന്നു എല്ലാ ആൾക്കാരും ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇളയ മകൻ്റെ മരണ വാർത്ത അറിഞ്ഞിട്ടും ഷെമി അതേ മൊഴിയിൽ തന്നെയായിരുന്നു ഉറച്ചു നിന്നത്. അങ്ങനെയുള്ള ഷെമി ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു എസ്കേൻ വന്ന ആ ഒരു സംസാരിച്ചതിന് ശേഷം പിന്നീട് എന്താണ് അതിൻ്റെ ഇടയിൽ സംഭവിച്ചതെന്നുള്ളത് അറിയത്തില്ല. അതിനുശേഷം മാത്രമാണ് ഷെമി മൊഴി മാറ്റി പറയുന്നത്. അപ്പം ഈ ഒരു കാര്യം എനിക്ക് ആ ഒരു രീതിയിലും കൺവിൻസിങ് അല്ല. അഫാൻ തന്നെയാണ് ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ചത്, കഴുത്തിൽ ഷോൾ മുറുക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് മൊഴിയാൻ നൽകിയിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ പിതാവിനെയും മകനെയും ഒരുമിച്ചിരുത്തി ഈ മൊഴി രേഖപ്പെടുത്തിയത്. ഇതിൽ പിതാവ് മകനെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചത് എന്തിനാണ് ഇത്തരമൊരു ക്രൂരത ചെയ്തത്, ഇങ്ങനെ ഒരു കടും കൈ ചെയ്തത് എന്തിനാണ്, എല്ലാം തകർത്ത് കളഞ്ഞില്ലേ എന്നാണ് റഹീം ചോദിച്ചത്. അപ്പോൾ അഫാന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഉമ്മയും സഹോദരനും മറ്റുള്ളവരുടെ മുന്നിൽ യാചിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ അതിന് താല്പര്യമില്ലായിരുന്നു എന്ന കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ഉമ്മയും സഹോദരനും മറ്റുള്ളവരുടെ മുന്നിൽ യാചിക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, അത് അവൻ്റെ ന്യായീകരണമായിട്ട് അവൻ അങ്ങനെ പറഞ്ഞാണെന്ന് തന്നെ ഇരിക്കട്ടെ, അത് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെയെങ്കിൽ എന്തിന് ഫർസാനയെ കൊന്നു? അതിനെന്ത് ന്യായീകരണമാണ് അല്ലെങ്കിൽ എന്ത് കാരണമാണ് ഇവന് പറയാനുള്ളത്? ലത്തീഫിനെ കൊന്നതോ, ലത്തീഫിൻ്റെ ഭാര്യയെ കൊന്നതോ, അല്ലെങ്കിൽ ഇവൻ്റെ അമ്മൂമ്മയെ കൊന്നതോ, അല്ലെങ്കിൽ ഇവൻ്റെ അമ്മയെ അനിയനെ കൊന്നതോ ഇപ്പോൾ പറയുന്ന പ്രകാരം ഓക്കെ നമുക്ക് കൺവിൻസിങ് ആണെന്ന് തന്നെ നമ്മൾ കൂട്ടിക്കും. അങ്ങനെ തന്നെ നമുക്ക് കൂട്ടാം. അപ്പോഴും ഫർസാനെ എന്തിനു കൊന്നു? അതിനെന്ത് കാരണം ഇവന് പറയാനുള്ളത്? കാര്യം മുമ്പത്തെ വീഡിയോസിനകത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു, അതായത് ഒരുപക്ഷെ ബാക്കിയുള്ള ഇത്രയും ആൾക്കാരെ ഇല്ലാണ്ടാക്കിയിട്ട് അവൻ ജയിലിലോട്ട് പോയി കഴിഞ്ഞാൽ ഫർസാന മറ്റൊരാളെ കേട്ടിട്ട് നല്ല രീതിയിൽ ജീവിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റാത്തതിൻ്റെ പേരിലായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ഒരു കാര്യം ഇവൻ ചെയ്തേക്കുന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അതല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ വീട്ടിലുള്ള പുറലോകം അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ചില സത്യങ്ങൾ ഫർസാനയ്ക്കും അറിയാമെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ ചെയ്യാനുള്ള അതുകൊണ്ടുകൂടി ഫർസാനെ ഇല്ലാണ്ടാക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അങ്ങനെയാണെന്നല്ല, അതിൻ്റെ ഒരു സാധ്യത കൂടിയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞൊരു കാര്യം, അതായത് ഇവരുടെ വീട്ടിൽ അല്ലെങ്കിൽ പുറലോകം അറിയാൻ പാടില്ലാത്ത, എന്തിനേറെ പറയുന്നത് സ്വന്തം ഭർത്താവ് പോലും അറിയാത്ത കടങ്ങളാണ് ഇവർക്കുള്ളത്. ഭർത്താവിന് അറിയാത്ത കടങ്ങളാണോ അല്ലെങ്കിൽ ഭർത്താവ് അറിയാൻ പാടില്ലാത്ത കടങ്ങളാണോ അതൊക്കെ? കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവരുടെ വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും പുറലോകം അറിയാൻ പാടില്ലാത്തൊരു സത്യമുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് അറിയുന്ന രണ്ട് വ്യക്തികൾ, ഒന്ന് ഈ പറഞ്ഞാൽ ആ ഇളയ മകൻ, കാരണം അവൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്, അതേപോലെ തന്നെ ഫർസാന. കാര്യം ഈ അഫാൻ്റെ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ അഫാൻ്റെ കാമുകി ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവളുടെ അടുത്ത് ഷെയർ ചെയ്യും, അല്ലേ? ബാക്കിയുള്ളവരെ ഇല്ലാണ്ടാക്കി നോക്കി ഇവൻ പറഞ്ഞ കാരണങ്ങൾ നമുക്ക് കുറച്ചുകൂടെ കൺവിൻസിങ് ആണ്. അപ്പോഴും ഫർസാനെ ഇല്ലാണ്ടാക്കിയത് എന്ത് കാരണമാണ്? അതിനും കൂടെ നമ്മൾ ഇപ്പം ഇവൻ ഈ പറയുന്ന കാര്യം എല്ലാം എനിക്ക് വെള്ളം തൊടാതെ എനിക്ക് വിടുങ്ങാൻ പറ്റൂല. മറ്റ് കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിൽ വെളിപ്പെട്ടിട്ടുണ്ട്. 50,000 രൂപ, അതായത് ഈ കൊലപാതകം നടക്കുന്ന ദിവസം തന്നെ 50,000 രൂപ ചിലർക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അവർ വീട്ടിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൊലപാതകങ്ങൾ നടത്തുന്നതിനും തലേ ദിവസം കാമുകിൽ നിന്ന് 200 രൂപ കടം വാങ്ങി ആ 200 രൂപയിൽ 100 രൂപ ബൈക്കിന് ഇന്ധനമടിച്ചാണ് ഉമ്മയും മകനുമായി ബന്ധുവീടുകളിലേക്ക് പോയത്, പണം കടം ചോദിച്ച്. ഈ ബാക്കിയുണ്ടായിരുന്ന 100 രൂപയ്ക്ക് ഒരു ഹോട്ടലിൽ നിന്ന് ദോശ വാങ്ങി കഴിച്ചു എന്നും പറയുന്നു. ആ നിലയ്ക്ക് അത്രയും സാമ്പത്തികമായി ഞെരുങ്ങുന്ന നിലയിലേക്ക് കുടുംബം എത്തിയിരുന്നു. ഫർസാനയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചേക്കുന്ന വെറും 200 രൂപ മാത്രമേ ഇവരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ, അല്ലേ? ആ 100 രൂപയും കൊണ്ടാണ് ഇവൻ ഈ പെട്രോൾ അടിച്ചിരിക്കുന്നത്, ബാക്കി 100 രൂപയ്ക്കാണ് ഇവർ ദോശ കഴിച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു 200 രൂപ കൊണ്ട് ഇവരുടെ ഫുള്ള് തീർന്നു. വേറെ ഒരു പൈസ, 1 രൂപ പോലും ഇവരുടെ കയ്യിൽ എടുക്കാനില്ല, അല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, 50,000 രൂപയുടെ കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് 50,000 രൂപയായിട്ടുള്ള ബുദ്ധിമുട്ട്, ആ ഒരു പ്രശ്നങ്ങൾ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു സീനിൽ നിൽക്കുകയാണ് ഇവർ. അപ്പോൾ ഇവൻ പിറ്റേ ദിവസം ഇവൻ്റെ അമ്മേനെ ഇതുപോലെ ഇങ്ങനെ ഷെമീനോട് ഇങ്ങനെ ഒരു അക്രമം കാണിച്ചിട്ട് പിന്നീട് ഇവൻ്റെ അമ്മുമ്മയുടെ അടുത്തോട്ട് പോകുന്നു. അമ്മുമ്മേനെ ഇല്ലാണ്ടാക്കിയിട്ട് അമ്മുമ്മയുടെ സ്വർണം കൊണ്ട് ഇവൻ പോയി പണയം വെച്ചിട്ട് ഏകദേശം ഒരു 70,000 സംതിങ് രൂപ ഇവന് കിട്ടി. എന്നിട്ട് ഇവൻ ഇതിനകത്തു നിന്ന് 40,000 രൂപ മാത്രമാണ് ഒരു വ്യക്തിക്ക് അയച്ചു കൊടുക്കുന്നത്. ഏത് വ്യക്തിയാണെന്നൊന്നും അറിയത്തില്ല, ഒരാൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, 40,000 രൂപ. പക്ഷേ ഇവിടെ ഷെമി പറഞ്ഞത് എന്താണ്? 50,000 രൂപയുടെ കടവും കാര്യങ്ങളൊക്കെ ആണെന്നുള്ള നമ്മൾ കഴിഞ്ഞ മേടിക്കുന്ന പറയണം. അങ്ങനെയാണെങ്കിൽ ഇതൊരു കള്ളമല്ലേ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു, അല്ലേ? അപ്പം 40,000 രൂപ ഇവൻ അയച്ചു കൊടുക്കുന്നു. ബാക്കിയുള്ള പൈസക്കൊക്കെ ആണെങ്കിൽ ഇവൻ ഈ പറയുന്ന പോലെ അനിയൻ്റെ ശരീരത്തിലേക്ക് വലിച്ചെറിയാനുള്ളതായത്. അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ അമ്മൂമ്മേനെ കൊന്നതിന് ശേഷമാണ് ഇവൻ്റെ കയ്യിൽ 70,000 സംതിങ് രൂപ ഇവൻ്റെ കയ്യിൽ വരുന്നത്, അല്ലേ? അതുവരെ ഇവൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? വെറും 200 രൂപ മാത്രം, അല്ലേ? തലേ ദിവസം ഫർസാന കൊടുത്ത 200 രൂപ മാത്രം. അതിൽ 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു, 100 രൂപയ്ക്ക് ദോശ കഴിച്ചു. അങ്ങനെയെങ്കിൽ അന്ന് ഇവന്റെ അമ്മൂമ്മേനെ കൊല്ലുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത ഉണ്ട്, അതുകൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. അടുക്കളയിൽ നിൽക്കുകയായിരുന്ന മുത്തശ്ശിയെ ഈ പ്രതിയായിട്ടുള്ള അഫാൻ കൊച്ചുമകൻ ആക്രമിക്കുകയായിരുന്നു. ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. അല്ലേ? അമ്മൂമ്മേനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. ഈ ചുറ്റിക വാങ്ങാനെ കൊണ്ട് ആദ്യം ഇവന്റെ അമ്മേനെ ആണെങ്കിൽ കഴുത്തിൽ ഷാളിട്ട് മുറുക്കുന്നു. പിന്നീട് ഇവനാണ്, അതിനുശേഷമാണ് ഇവൻ പുറത്ത് പോയിട്ട് ചുറ്റിക വാങ്ങാനെ കൊണ്ട് പോകുന്നത്. അപ്പം ചുറ്റിക വാങ്ങാനെ കൊണ്ട് ഇവന്റെ കയ്യിൽ പൈസ എവിടുന്നാണ്? കാര്യം അമ്മൂമ്മേനെ കൊന്നത് ഇവൻ ഈ ചുറ്റിക കൊണ്ടാണ്, അല്ലേ? അമ്മൂമ്മേനെ കൊന്നതിന് ശേഷമാണ് ഇവന്റെ കയ്യിൽ 70,000 സംതിങ് രൂപ കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അതിനുശേഷം മേ ബി ഈ പറയുന്ന പോലെ ഇവൻ മുളകൊടി വാങ്ങിച്ചെന്നോ അത് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ കൺവിൻസിംഗ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോഴും ഈ ചുറ്റിക വാങ്ങണമെങ്കിൽ 1 രൂപ പോലും എടുക്കാതില്ലാതിരുന്ന ഇവന്റെ കയ്യിൽ എങ്ങനെയാണ് ഈ ചുറ്റിക കടയിൽ പോയി വാങ്ങാനെ കൊണ്ട് ചിരിച്ച് കാണിച്ച ചുറ്റിക കൊടുക്കുമോ? ആ പൈസ ഇവൻ്റെ ഇവിടുന്ന് വന്നു.
അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ ഞാനൊന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും. മേ ബി എൻ്റെ കുഴപ്പമായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞു തന്നാൽ മതി. മേ ബി എൻ്റെ എന്തെങ്കിലും കുഴപ്പമായിരിക്കും. ബാക്കി കൂടെ കേൾക്കാം. 2 ലക്ഷം രൂപയ്ക്ക് ബൈക്ക് വാങ്ങുകയും കാർ വാങ്ങുകയും വില കൂടിയ മൊബൈൽ വാങ്ങുകയും ഒക്കെയും ചെയ്തത്. അഫാനാകട്ടെ മറ്റ് തൊഴിൽ ഒന്നുമില്ലായിരുന്നു. പലരിൽ നിന്നും കടം വാങ്ങും, മറ്റ് ചിലരിൽ നിന്ന് പണം കടം വാങ്ങി ആദ്യം വാങ്ങിയ ആളുകൾക്ക് തിരികെ കൊടുക്കും. ആ തരത്തിലുള്ളൊരു റോളിംഗ്. പിന്നീട് ഇവരുടെ ദൈനംദിന ചെലവുകൾ അത് തന്നെ ഒരു ആഡംബര ജീവിതം എന്ന നിലയ്ക്ക് മാറിയിരുന്നു. ഭക്ഷണമൊക്കെ മിക്കപ്പോഴും പുറത്തു നിന്നാണ് വാങ്ങിയിരുന്നത്. ഇതെല്ലാം തന്നെ ഈ കുടുംബത്തെ സാമ്പത്തികമായി ഞെരുക്കി അവസാനം 1 രൂപ പോലും കയ്യിലില്ലാതായപ്പോൾ കൂട്ടക്കൊലപാതകം എന്ന നിലയിലേക്ക് പോയി. ആ ഒരു കണ്ടെത്തലിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. സൈത്ത് ഓക്കെ, 1 രൂപ പോലും കയ്യിലില്ലാണ്ടായപ്പോഴത്തേക്കിങ്ങനെ കൂട്ടക്കൊലപാതകത്തിലോട്ട് പോയി അല്ലേ? 200 രൂപ മാത്രമുള്ള ആളാണെങ്കിൽ ഈ പറഞ്ഞ ചുറ്റി വാങ്ങാൻ എവിടുന്ന് വേണ്ടി പൈസ കിട്ടി? പിന്നെ കൂട്ടക്കൊലപാതകത്തിലോട്ട് പോയി. ഇവർ ആദ്യമേ തന്നെ മുൻകൂറായിട്ട് ഇവർ ആത്മഹത്യ ചെയ്യാനെ കൊണ്ട് പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. ഓക്കെ, ആത്മഹത്യ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നവർ എന്തിന്? അല്ലെങ്കിൽ ഓക്കെ ഇവൻ ഈ പറയുന്ന പോലെ ഇവരെന്തായാലും മരണപ്പെടാനെ കൊണ്ട് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയെങ്കിൽ തന്നെ ലത്തീഫിനെ അവരുടെ ഭാര്യനെ അമ്മൂമ്മേനെ ഒക്കെ കൊന്നു. ഓക്കെ, ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ കൺവിൻസിംഗ് ആയിട്ട് എടുക്കുക. അപ്പോഴും എന്തിന് ഫർസാനെ കൊന്നു? അതിന് എന്ത് ന്യായീകരണമാണ് ഇവന് പറയാനുള്ളത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇവനിനി ജയിലിലോട്ട് പോയിട്ട് ഒരുപാട് നാളുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് വലിയ ചർച്ചയായിട്ട് മാറാത്തിരിക്കുന്ന ആ ഒരു കാലത്ത് എന്തായാലും ഇവൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു തടവുകാരൻ്റെ അടുത്ത് ഇവനോ തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊക്കെ എന്തായാലും പറയുന്നതായിരിക്കും. 90 ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കിളിമാനൂർ, പാങ്ങോട്, വെഞ്ഞാറമൂട് പോലീസുകൾ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. അതിൽ ഈ പോലീസിനെ സംബന്ധിച്ച് കേസിൽ കാര്യമായ മറ്റു വെല്ലുവിളികളില്ല. കാരണം ഒരു പ്രതി മാത്രമാണുള്ളത്. ആ പ്രതി തന്നെ ആദ്യം തന്നെ പിടിയിലായിരുന്നു. താൻ കൊലപാതകങ്ങൾ നടത്തിയെന്ന കാര്യം സ്റ്റേഷനിലേക്ക് ചെന്ന് പ്രതി തന്നെ കുറ്റസമ്മത മൊഴിയായി നൽകുന്ന ഒരു നിലയുണ്ടായിരുന്നു. പിന്നീട് അല്ല, ഇതിനകത്ത് വേറൊരാൾ ഇല്ല എന്ന് പറയുമ്പം കുറ്റകൃത്യത്തിൽ വേറൊരാൾ ഉണ്ടായിരുന്നിരിക്കില്ല. തീർച്ചയായിട്ടും അഫാൻ ഒറ്റയ്ക്കാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോഴും എൻ്റെ സംശയം എന്ന് വെച്ചാൽ അതായത് ഷെമി വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മൊഴി കൃത്യസമയത്ത് മൊഴി മാറ്റി പറയുന്നു. അതിനുശേഷം തന്നെയാണെങ്കിൽ അധികം ദിവസങ്ങൾ വൈകാതെ തന്നെ അഫാനും പറയുന്നു ഓക്കെ എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ തന്നെയാണ് ചെയ്തത്, ഓക്കെ അവരെയൊക്കെ എനിക്കൊന്ന് കാണണമെന്ന് പറയുന്നുണ്ട്, പേരൻസിനെ കാണണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പേരൻസിനെ കാണണമെന്ന് പറയുന്നത് അവൻ ആ ഒരു സ്നേഹം കൊണ്ടായിരിക്കുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ ഉമ്മയുടെ കയ്യിൽ നിന്ന് ഇവർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുമോ? അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും പ്ലാൻ ചെയ്ത പോലത്തെ എന്തെങ്കിലും കാര്യം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുമോ? എനിക്കറിയില്ല. പിന്നെ ഇവർക്ക് കൃത്യമായിട്ട് എവിടെ നിന്നെങ്കിലും ഒരു നിയമ ഉപദേശം ഇവർക്ക് കിട്ടുന്നുണ്ട്. കാര്യം ഇത്രയും നാളും ഒരേ പാറ്റേണിൽ പോയിക്കൊണ്ടിരുന്ന മൊഴി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റി പോയിക്കൊണ്ടിരുന്ന അഫാൻ ഇതുപോലെ മൊഴി കൃത്യമായിട്ട് പറയുന്നു ഓക്കെ എനിക്ക് തെറ്റിപ്പറ്റി പോയെന്ന് പെട്ടെന്ന് ഒരു ദിവസം പറയുന്നു. ഇത്രയും നാൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഷെമിയാണെങ്കിലും ഇതുപോലെ ഒരൊറ്റ മൊഴിയിൽ ഉറച്ചു നിന്നു. അഫാൻ അല്ല ചെയ്തത്, ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ്. പിന്നീട് അവസാന നിമിഷങ്ങളിലോട്ട് എത്തുന്ന ടൈമിലാണെങ്കിൽ ഷെമി മാറ്റി പറഞ്ഞു അവൻ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഒരു തേർഡ് പേഴ്സൺ ഉണ്ടായിരിക്കുമോ? ഈ പറയുന്ന പോലെ ഇവരെ സഹായിക്കാനെ കൊണ്ട് മറ്റാരെങ്കിലും ഉണ്ടായിരിക്കുമോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. തെളിവെടുപ്പിന്റെ നടപടികളായിരുന്നു. കൃത്യമായി കൊലപ്പെടുത്തിയ രീതിയും കൊലപ്പെടുത്തിയ സ്ഥലവും ഈ വീടുകളിൽ പോയ രീതിയും ഒക്കെ തന്നെ പ്രതി വിശദീകരിക്കുന്ന നിലയുണ്ടായി. മൊഴികളെല്ലാം തന്നെ പ്രതിക്കെതിരായിരുന്നു. ഈ തെളിവെടുപ്പ് നടത്തിയ സ്ഥലങ്ങൾ, അതായത് ആയുധം വാങ്ങിയ കട, ബാഗ് വാങ്ങിയ ഇടം, സിഗരറ്റും എലിവിഷവും വാങ്ങിയ സ്ഥലം, അങ്ങനെ പല സ്ഥലങ്ങൾ, മുളക് പൊടി വാങ്ങിയ കട, ഇവിടെയെല്ലാം തന്നെ കൊണ്ടുപോവുകയും ഈ ജീവനക്കാർ ഈ പ്രതിയെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. ധനകാര്യ സ്ഥാപനത്തിലേക്ക് പോയി പിതാവിൻ്റെ ഉമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ആ സ്വർണ്ണാഭരണവുമായി പോയ ധനകാര്യ സ്ഥാപനമുണ്ട്. ആ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ ഇവരെല്ലാം തന്നെ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ കുറ്റകൃത്യം നടക്കുന്ന ദിവസങ്ങൾ ഒരു സാധാരണക്കാരനെ പോലെ ബൈക്കിൽ പലയിടങ്ങളിലായി പോവുകയും പല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഇടവേളകളിൽ കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നു. അങ്ങനെ വളരെ വിചിത്രവും എടുപ്പിക്കുന്നതുമായ ഒരു രീതിയായിരുന്നു പ്രതിയുടേത് എന്ന് പറയാതെ തരമില്ല. 23 വയസ്സുള്ള ഒരാളാണ്. പക്ഷേ ഒരാളെ കൊല്ലുകയും സാധാരണക്കാരനെ പോലെ ഇറങ്ങി നടക്കുകയും സാധനങ്ങൾ വാങ്ങുകയും അടുത്ത വീട്ടിലേക്ക് പോവുകയും അവിടെയും കൊലപാതകങ്ങൾ നടത്തുക, പിന്നെ കാമുകിയെ വിളിച്ചുകൊണ്ടുവരിക, അങ്ങനെ പല കാര്യങ്ങൾ സാധാരണ നിലയിൽ ഒരാൾ ചെയ്യുന്നത് പോലെ പകൽ വെളിച്ചത്തിൽ കാര്യങ്ങൾ ചെയ്യുകയും പിന്നീട് ഇതിൻ്റെ ഇടവേളകളിൽ കൃത്യമായി ആളുകളെ കൊലപ്പെടുത്തി. അത് നിഷ്ഠൂരമായ കൊലപാതകമാണ്. നെഞ്ചു മുതൽ തലവരെയുള്ള ഭാഗങ്ങളിലാണ് ചുറ്റുകൊണ്ട് ക്രൂരമായി അടിച്ചത്. പലരുടെയും തല ചിതറിപ്പോയ അവസ്ഥയിലായിരുന്നു. ആ നിലയ്ക്ക് കൊലപാതകങ്ങൾ നടത്തിയ പ്രതിയാണ്. ഇപ്പോൾ തെളിവുകളെല്ലാം തന്നെ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറ്റപത്രം സമർപ്പിക്കുക, അതിന്മേൽ പ്രോസിക്യൂഷൻ നടപടികളാണ്. എല്ലാ മൊഴികളും പ്രതിക്ക് എതിരായി തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ തുടർന്നുള്ള നടപടികൾ അതിൽ കാര്യമായ വെല്ലുവിളി പോലീസിനെ സംബന്ധിച്ചില്ല. സജിത്ത് ഓക്കെ, എന്തായാണെങ്കിലും ഷെമി കോടതിയിൽ പോയിട്ട് ഓക്കെ ഇവൻ തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് അവിടെ ആണെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകും. എന്തായാലും ഇവൻ തന്നെയാണ് പ്രതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ കുറ്റവാളിയാക്കിയിട്ട് നേരെ ജയിലിലോട്ട് അയക്കും. അങ്ങനെ പോകും. എന്തായാലും കുറേ നാളുകൾ കഴിയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോഴായിരിക്കും ഇവൻ ഈ പറയാൻ പോകുന്ന സഹതടവുകാരുടെ അടുത്തൊക്കെ ഇന്ന കാര്യങ്ങൾ കൂടി സംഭവിച്ചിരുന്നു, അല്ലെങ്കിൽ ഇതാണ് ഇതിനകത്ത് യഥാർത്ഥ കാര്യം എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് ഞാനൊരു ആ ഒരു തേർഡ് പേഴ്സൻ്റെ കാര്യം പറയുന്നതിൽ 2 സാധ്യതകളാണ്. ഒന്നുകിൽ ഒരു മൂന്നാമതൊരാൾ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു മൂന്നാമതൊരാൾ എന്ന് പറയുന്നത് ഇവരുടെ ഉള്ളിൽ തന്നെയുള്ള അല്ലെങ്കിൽ ഇവരെ ഒളിപ്പിക്കുന്ന ആ ഒരു രഹസ്യം തന്നെ ആയിരിക്കാം. കാരണം ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക, എനിക്ക് ഒരു രീതിയിലും ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും വെള്ളം തൊടാതെ വിഴുകാൻ പറ്റുന്നില്ല. ഇവരിവിടെ ഒരു കാര്യം പറയുമ്പോൾ തൊട്ടപ്പുറത്ത് മറ്റൊരു കാര്യം സംഭവിച്ചിരുന്നു, അല്ലെങ്കിൽ ഇന്നലകളിൽ പറഞ്ഞ കാര്യമായിട്ട് ഒരു രീതിയിലും ഇത് കണക്റ്റ് ആവുന്നില്ല.
അങ്ങനെ നോക്കുമ്പോൾ ഇവർ പറയുന്നത് എനിക്ക് കൺവിൻസിങ് അല്ല. പിന്നെ എൻ്റെ പരിചയത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൻ്റെ എല്ലാവരുടെ ഒരു പരിചയത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു ബിഗ് സീക്രട്ട് ഉണ്ട്. ആ ഒരു സീക്രട്ട് അറിയുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് ഞാൻ പറയുന്നത്. ഇവർക്കിടയിൽ ഒരു പക്ഷേ പുറലോകം അറിയാൻ പാടില്ലാത്ത മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ അത്ര ഇതായിട്ടുള്ള എന്തെങ്കിലും സത്യങ്ങളുണ്ട്. കാര്യം ഇപ്പോൾ നിങ്ങൾ പല കേസുകളെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ന്യൂസിലൊക്കെ വരുന്നത് മോറലി ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കേസസ് ഒക്കെ നമ്മുടെ ചാനൽസിലൊക്കെ വരാറുണ്ട്. ഓക്കെ, എന്താണെന്നോ എങ്ങനെയാണെന്നോ എനിക്ക് അങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും അങ്ങനെ ഞാൻ ഓപ്പണായിട്ട് പറയുന്നത് ഒരിക്കലും ശരിയല്ല. മേ ബി ഇതൊക്കെ അങ്ങനെ എന്തെങ്കിലും രഹസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയുന്ന രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് ഈ ഇളയ മകനും ബാക്കി ഈ പറയുന്ന പോലെ ഫർസാനയൊക്കെ ആയിരിക്കും അല്ലേ. ഇപ്പോഴും ഇവർ ഈ കടത്തിൻ്റെ കേസ് പറയുമ്പോഴും ആദ്യം ഇവർ പറഞ്ഞൊരു 85 ലക്ഷം, പിന്നീട് അത് 65 ലക്ഷമാകുന്നു, പിന്നീട് 35 ലക്ഷമാകുന്നു അല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് അഫാൻ പറഞ്ഞൊരു കേസ് വെറും 45 ലക്ഷം മാത്രമാണ്. അതിൻ്റെ ഒപ്പം തന്നെ ആണെങ്കിൽ ഷെമി ആദ്യം പറഞ്ഞ 50,000 രൂപയുടെ കേസ് എന്ന് പറയുന്നത് 50,000 രൂപയുടെ കടക്കെണി എന്നൊക്കെ പറയുമ്പോഴും അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ഒരു കേസ് നടക്കുമ്പോൾ ഓഫ്കോഴ്സ് ഈ പറഞ്ഞത് അഫാൻ അറിയാം 50,000 രൂപ തന്നെയാണെന്നുള്ളത് അല്ലേ. അങ്ങനെ ഇരിക്കെ ഇവൻ്റെ അമ്മൂമ്മയുടെ സ്വർണ്ണം പണയപ്പെടുത്തിയിട്ട് 40,000 രൂപ മാത്രം ഒരൊറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുന്നു. അത് മാത്രമല്ലാതെ ഇവൻ്റെ അമ്മൂമ്മേനെ കൊലപ്പെടുത്താൻ പോകുമ്പോൾ ഇവൻ്റെ കയ്യിൽ ചുറ്റികയുണ്ട്. തലേ ദിവസം ഫർസാനയുടെ കയ്യിൽ നിന്നുള്ള വെറും 200 രൂപ മാത്രം കയ്യിലുള്ള ഇവൻ്റെ കയ്യിൽ ആ ചുറ്റിക വാങ്ങാൻ എവിടുന്ന് ഇവൻ്റെ കയ്യിൽ പൈസ വന്നു? അമ്മൂമ്മയെ കൊന്നതിന് ശേഷമാണെങ്കിൽ ഇവൻ്റെ കയ്യിൽ 70,000 സംതിങ് രൂപ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതിന് മുന്നേ എവിടുന്ന് ഇവൻ്റെ കയ്യിൽ പൈസ വന്നു? കാര്യം ഇതൊന്നും മേ ബി അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കാം, ഇങ്ങനെ ഉണ്ടായിരിക്കാം എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ വാദങ്ങൾ. ശരിയായിരിക്കും, അവൻ്റെ കയ്യിൽ നേരത്തെ പൈസ ഉണ്ടായിരുന്നിരിക്കാം. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവൻ പറയുന്നത് അല്ലെങ്കിൽ ഇവർ പറയുന്നത് കള്ളവല്ലേ? ആലോചിച്ചോക്ക്, 200 രൂപ മാത്രം കയ്യിലുണ്ട്, 1 രൂപ പോലും എടുക്കാനില്ലെന്ന് പറയുന്നത് ഇതേ ആൾക്കാർ തന്നെ. ഇവർ തന്നെയാണ് ഈ പറയുന്ന പോലെ ചുറ്റിക പോയിട്ട് ഈ ചുറ്റിക കടയിൽ പോയി വാങ്ങിച്ചിട്ട് ഇത്തരം കൃത്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ വെള്ളം തൊടാതെ വിഴുങ്ങുന്നത്? എന്തായാലും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. മേ ബി ഈ പറഞ്ഞ പോലെ ഷെമി മൊഴി മാറ്റി പറയാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഓക്കെ ഇവൻ തന്നെയാണ് ചെയ്തെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകും. ഇനി നാളുകളിൽ ഇവൻ്റെ ജയിലിലൊപ്പമുള്ള ഒരു സഹ തടവുകാരൻ്റെ അടുത്തായിരിക്കും ഇവൻ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പോകും. ഞാനിതിങ്ങനെ എടുത്തെടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പല ക്രൈം കേസസ് എടുത്ത് നോക്കുമ്പോഴത്തേക്കിനും ജയിലിനകത്തോട്ട് പോയതിന് ശേഷമുള്ള പല കുറ്റവാളികളുടെയും ഈ ജീവചരിത്രം നിങ്ങൾ പല യൂട്യൂബിലെ കുറേ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. അതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും എന്തിനേറെ. ഞാൻ അന്ന് വിട്ട വീഡിയോക്കകത്തിൽ ആ ഒരു കേദർ വധക്കേസ് നമ്മുടെ സൈക്കോ സൈമൺ ഉണ്ടല്ലോ, അയാളുടെ കേസ് തന്നെ നോക്കിയാൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റും. അതായത് ജയിലിനകത്തോട്ട് പോയതിന് ശേഷം പിന്നീട് ഇയാൾ പറയുന്ന കുറച്ച് അധികം കാര്യങ്ങളൂടെയൊക്കെ ഉണ്ട്. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ശരി.